ദീർഘവീക്ഷണമുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു എം.വി. രാഘവൻ. വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമ്പോഴെല്ലാം എം.വി.ആർ ഓർത്തത് കേരളത്തിലെ ജനസാമാന്യത്തെയായിരുന്നു. മലബാർ മേഖലയിലെ ആരോഗ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സഹകരണ മെഡിക്കൽ കോളേജും ആശുപത്രിയും 1994 ആരംഭിക്കുമ്പോൾ വെളിപ്പെട്ടത് ഈ ജനപക്ഷ മാതൃകയാണ്. CPIM-ന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചായിരുന്നു എം.വി.ആറിന്റെ പോരാട്ടങ്ങൾ. രാഷ്ട്രീയ വൈര്യം തീർക്കാൻ നയനാർ മന്ത്രിസഭ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തപ്പോഴും എം.വി.ആർ തളർന്നില്ല. ധീരമായി മുന്നോട്ടുപോയി. പ്രാദേശിക പാർട്ടി പ്രവർത്തകന് പാമ്പുകടിയേറ്റപ്പോൾ ചികിത്സിക്കാൻ മാർഗമില്ലാതെ ദുരിതമനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ സൊസൈറ്റി തുടങ്ങുന്നത്. പിന്നീട് ഇതും CPIM-ഉമായുള്ള പോരാട്ടവേദിയായി മാറി. ഇടയ്ക്ക് പാപ്പിനിശ്ശേരി വിഷചികിത്സാ സൊസൈറ്റി അഗ്നിക്കിരയായി. LDF സർക്കാർ ഇടയ്ക്ക് ഇതടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അപ്പോഴൊന്നും എം.വി.ആർ തളർന്നില്ല. പറശ്ശിനിക്കടവിലെ ആയുർവേദ മെഡിക്കൽ കോളേജും കണ്ണൂരിലെ AKG ആശുപത്രിയും എം.വി.ആറിന്റെ ജനപക്ഷ നിലപാടുകളാണ് ഉയർത്തിക്കാണിച്ചത്. കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കൊപ്പവും എം.വി.ആർ എന്ന മൂന്നക്ഷരം ഇനി ചരിത്രത്തിൽ ഇടം നേടും, മായ്ച്ചുകളയാൻ കഴിയാത്ത വിധം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.